ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ എംബ്രോയ്ഡറിയുടെ 7ാമത്തെ ക്ലാസ്സാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്. കൂടുതലായിട്ടും ഈ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് സാരികളുടെയൊക്കെ ബോർഡർ ഡിസൈൻ ചെയ്യാനാണ്. അധികം ഫ്ലവേഴ്സ് ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ഫ്ലവേഴ്സ് ഷേപ്പിലൊക്കെ നമുക്ക് ജസ്റ്റ് വരച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ 2 ലൈൻ വരയ്ക്കുക. സൂചിയിൽ നൂല് കോർത്ത് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് താഴത്തെ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേപോലെ താഴത്തെ ലൈനിൽ നിന്ന് ഇതുപോലെ ഒന്ന് സൂചി കുത്തിയെടുക്കുക. നൂല് ഫുള്ളായിട്ട് വലിച്ചെടുത്തതിന് ശേഷം തൊട്ട് മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് കുത്തി ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് സൂചി എടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ ലെഫ്റ്റ് സൈഡിൽ സൂചി ഉയർത്തിയെടുക്കണം. വീണ്ടും അതിൻ്റെ താഴ്ഭാഗത്ത് ഇതേപോലെ കുത്തി ഇടതുവശത്ത് വീണ്ടും കുത്തി ഇതിന് നേർക്കായിട്ട് വരത്തക്ക വിധത്തിൽ ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക. കണ്ടില്ലേ, വീണ്ടും ഇതേപോലെ വെച്ച് ഒരു ചെറിയ അകലത്തിൽ വീണ്ടും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എല്ലാത്തിലും നമ്മൾ വലത് സൈഡിൽ നിന്ന് കുത്തി ഇടത് സൈഡിലോട്ടാണ് വലിച്ചെടുക്കുന്നത്. ഇതേപോലെ വലത് സൈഡിൽ കുത്തി ഇടത് സൈഡിലോട്ട് ഉയർത്തിയെടുക്കും. കണ്ടില്ലേ, അങ്ങനെ മുകളിലും താഴെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരണം. ഇനി മുകളിൽ കുത്തി ഇടത് വശത്തോട്ട് പൊക്കിയെടുക്കുക. ഇതേപോലെ ഒന്ന് കുത്തി ഇടത് വശത്തോട്ട് വലിച്ചെടുക്കുക. ഇനി നേരെ ഓപ്പോസിറ്റ് ലൈനിൽ ഇതേപോലെ ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക. ഇനി മുകളിൽ ഇതേപോലെ ഒന്ന് കുത്തിയെടുക്കുക. ഓരോ സ്റ്റിച്ചിൻ്റെയും അകലം ഈക്വലായിരിക്കണം, എങ്കിലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. ഇതേപോലെ ഒന്ന് എടുക്കുക. ഇപ്പോൾ കണ്ടില്ല, താഴെയും മുകളിലും ചെറിയൊരു എക്സ് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ആ ലൈൻ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കാം. ഇതും ഒരു 6 സ്റ്റിച്ചാണ്. ഇതിൽ സീക്വൻസും ചെറിയ ചെറിയ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ബോർഡർ ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്ത് നല്ല ഫ്ലവേഴ്സൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുള്ള ബോർഡർ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് 6 വരുന്നത്. ഇതിൻ്റെ എൻഡ് നമ്മൾ ജസ്റ്റ് ഒരു ലാസ്റ്റത്തെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ടതിന് ശേഷം ഇത് മുകൾ ഭാഗത്തും കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് താഴോട്ട് വെച്ചൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മതി. ഇനി ഇവിടെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി. ഇത് കംപ്ലീറ്റ് ആവും. ഇങ്ങനെയാണ് 6 സ്റ്റിച്ച് വരുന്നത്. കണ്ടില്ലേ, താഴെ മുകളിലും ചെറിയൊരു എക്സ് മോഡലിൽ കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലൊരു പിക്ചർ ചെയ്യാൻ നോക്കാം. ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക, ശേഷം കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുന്ന ഡിസൈൻ. ഒരു പക്ഷിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഷേപ്പിനകത്ത് ഈ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിനകത്തായിട്ട് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് കൊടുക്കുക. കുറച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് കൊണ്ടുള്ള ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പക്ഷി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി. കണ്ടില്ലേ, ഞാൻ പല കളറിലുമായിട്ടാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് പല കളറിലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. നിങ്ങൾ ഉറപ്പായിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിന് പക്ഷിക്ക് പകരം നിങ്ങൾ ഇതേപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതുപോലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും ടാറ്റാ.